പ്രദീപ് സി നിർമ്മൺ, താങ്കൾ മാധ്യമപ്രവർത്തനത്തിന്റെ ഭാഗമായി ഇത്തരം ബ്ലാക്ക് മാജിക് അതുപോലെ ദുർമന്ത്രവാദം ഈ വിഷയത്തിൽ വിശദമായ ഒരു പരിശോധനകൾ നടത്തിയിട്ടുള്ള, അന്വേഷണം നടത്തിയിട്ടുള്ള, നിരവധി അന്വേഷണ പരമ്പരകൾ ചെയ്തിട്ടുള്ള ഒരു മാധ്യമപ്രവർത്തകനാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചോദിക്കുകയാണ്, നമുക്ക് പലപ്പോഴും ഇത്തരം നരബലി അതുപോലെ ആസ്ട്രൽ പ്രൊജക്ഷൻ ഇത്തരം വാർത്തകളൊക്കെ പുറത്തു വരുമ്പോൾ മലയാളികൾ ആശ്ചര്യത്തോട് ചോദിക്കാറുണ്ട്, നമ്മുടെ നാട്ടിൽ നടക്കുന്നതാണോ, ഇത് വിശ്വസനീയമാണോ എന്ന്. നമുക്ക് ഈ മൂവർ സംഘത്തിൻ്റെ ദമ്പതികളുടെ അവരുടെ സുഹൃത്തിൻ്റെയും മരണം പരിശോധിക്കുമ്പോഴും ഈ വാർത്ത പുറത്തു വന്നപ്പോഴും ബ്ലാക്ക് മാജിക്കാണ് ഇതിന് പിന്നിലെന്ന് പോലീസിൻ്റെ സംശയമുണ്ട്. ഇത് എങ്ങനെയാണ് ഇവർ ഇതിലേക്ക്, പ്രത്യേകിച്ച് വളരെ വിദ്യാസമ്പന്നരായിട്ടുള്ളവർ, ആയുർവേദ ഡോക്ടർമാർ, അധ്യാപകർ, ഇവരൊക്കെ എങ്ങനെയാണ് ഈ ഒരു കെണിയിൽ ചെന്ന് പെടുന്നത്? അത്രയും ഒരു അന്ധവിശ്വാസം ഇപ്പോഴും നമ്മുടെ നാട്ടിൽ 2024 ഇങ്ങനെ അന്ധവിശ്വാസത്തിന് അടിമകളായ ഒരു തലമുറ, പ്രത്യേകിച്ച് ഒരു യുവതലമുറ ഇവിടെ ഉണ്ട് എന്ന് വിശ്വസിക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും അത്തരത്തിലുള്ള വാർത്തകളാണല്ലോ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത്തരം സംഘങ്ങൾ ഏതാണ്ട് 25 വർഷം മുമ്പ് തന്നെ കേരളത്തിൽ സജീവമായിരുന്നു എന്ന വിവരം ഉണ്ടായിരുന്നു. പലതവണ പോലീസ് ഇത്തരം കാര്യങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട്. നന്ദൻകോട് കൊലപാതകത്തോടെയാണ് കൂടുതലായി പോലീസിൻ്റെ ശ്രദ്ധ ഇക്കാര്യങ്ങളിലേക്ക് വന്നത്. ഏതാനും വർഷം മുമ്പ് തൃക്കാക്കരയിൽ ഈ സാത്താൻ സേവ നടത്തുന്ന ആളുകൾ ഒരു രഹസ്യ യോഗം സംഘടിപ്പിച്ചിരുന്നു. അതിലേക്ക് കേരള പോലീസിലെ രഹസ്യാന്വേഷണ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർ ആ യോഗത്തിൽ പങ്കെടുക്കുന്ന ഒരു അവസ്ഥ പോലും ഉണ്ടായി. പക്ഷേ പിന്നീട് കേസുകളും മറ്റും ഉണ്ടായില്ല. ആ സംഭവം അങ്ങനെ കെട്ടടങ്ങുകയായിരുന്നു. ഏറ്റവും അധികം ശ്രദ്ധ പിടിച്ചു പറ്റിയ മറ്റൊരു സംഭവം ആലപ്പുഴയിലെ ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ നിന്നും തിരുവോസ്തി മോഷ്ടിക്കപ്പെട്ട സംഭവം. അന്നേരമാണ് ഇത്തരം സംഘങ്ങൾ കേരളത്തിൽ വീണ്ടും സജീവമാണെന്ന ചർച്ചകൾ ഉയർന്നു വന്നത്. പള്ളിയിലെ തിരുവോസ്തി ഉപയോഗിച്ച് അവർ സ്ത്രീകളുടെ ആർത്തവരക്തം തിരുവോസ്തിയിൽ മുക്കി അത് അശുദ്ധമാക്കുന്ന ചില വിശ്വാസങ്ങൾ, അത് സാത്താൻ സേവയുടെ ഭാഗമാണ്. നമുക്കറിയാം, ഇത് സാത്താൻ സേവ എന്നതുകൊണ്ട് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. എല്ലാ മതവിഭാഗങ്ങളിലും ഇത്തരം ദുരാചാരങ്ങൾ അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങൾ മുതലെടുത്തുള്ള, ആളുകളുടെ വിശ്വാസം മുതലെടുത്തുള്ള ചൂഷണങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ചില ഭാഗമാണ് ഇത്തരം ഗ്രൂപ്പുകൾ സജീവമായിരിക്കുന്നത്. അന്തർദേശീയ തലത്തിൽ തന്നെയുള്ള വിവിധ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ചില ഗ്രൂപ്പുകളുടെ ചുവട് പിടിച്ചാണ് സാത്താൻ സേവ സംഘങ്ങൾ, ആൻറ്റി ക്രൈസ്റ്റ് ഗ്രൂപ്പുകൾ കേരളത്തിലും മറ്റും ആദ്യം പ്രവർത്തനം തുടങ്ങിയിരുന്നത്. പക്ഷേ ഇപ്പോൾ അടുത്ത കാലത്തായി, സമീപകാലത്ത് ഈ സമൂഹ മാധ്യമങ്ങൾ വളരെയധികം വ്യാപകമായതോടെ ഇത്തരം നിരവധി ഗ്രൂപ്പുകൾ രംഗത്ത് ഉണ്ടായിട്ടുണ്ട്. അത്തരം ഗ്രൂപ്പുകൾ പലപ്പോഴും ഈ അഭ്യസ്തവിദ്യരാണ് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് ചൂഷണം ചെയ്യുന്നത്. അതായത് ഇവർ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യം, ദൈവവിശ്വാസം അല്ലെങ്കിൽ പോസിറ്റീവ് എനർജി ഉള്ളപ്പോൾ നെഗറ്റീവ് എനർജിയുമുണ്ട്, അതുപോലെ ദൈവം ഉണ്ടെങ്കിൽ ചെകുത്താനുമുണ്ട്, സാത്താനുമുണ്ട്. അങ്ങനൊരു വിശ്വാസം വിശ്വാസികളിൽ തന്നെ അടിച്ചേൽപ്പിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ഭൗതിക ജീവിതത്തിൽ കൂടുതൽ സുഖസൗകര്യങ്ങളും മറ്റും ലഭിക്കാൻ ഏറ്റവും അധികം നിങ്ങളെ സഹായിക്കുക സാത്താൻ സേവയിലൂടെയാണ് എന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു. ഇത്തരത്തിൽ പുതിയ തലമുറ ഇതിലേക്ക് ആകൃഷ്ടരാകുന്നു. പക്ഷേ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, ഇവിടെയൊക്കെ നടക്കുന്നത് ലഹരി മാഫിയയുടെ അല്ലെങ്കിൽ ലൈംഗിക വൈകൃതമുള്ളവരുടെ അവരുടെ പ്രവർത്തനങ്ങൾക്കുള്ള ഒരു മറപിടിക്കൽ മാത്രമാണ് ഇത്തരം പ്രവർത്തനങ്ങൾ. പലരും അറിയാതെയാണ് ഇതിലേക്ക് എത്തപ്പെടുന്നത്. നമുക്കറിയാം, ബംഗളൂരുവിൽ നിന്നും മറ്റും പഠിക്കാൻ പോയ പല കുട്ടികളും അവർ തിരിച്ചെത്തുമ്പോൾ ഇത്തരം ആരാധന നടത്തുന്നതായി പോലീസിന് വിവരം ലഭിച്ചിരുന്നു. പക്ഷേ എല്ലാവരും തന്നെ ലഹരി മാഫിയയുടെ പിണിയാളുകളാണ് എന്നതാണ് പറയേണ്ട കാര്യം. ഇതുപോലെ സംഭവം കോട്ടയത്തും സമാന രീതിയിലുള്ള സംഭവം ഉണ്ടായിരുന്നു. പിന്നെ ഒരു കത്തോലിക്ക സഭയിൽ ഒരു പുരോഹിതൻ തന്നെ മുമ്പൊരിക്കൽ ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെട്ടു എന്ന വ്യക്തമായതിനെ തുടർന്ന് സഭ അയാളെ വൈദിക വൃത്തിയിൽ നിന്ന് വിലക്കുന്ന ഒരു സംഭവം പോലും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവം എന്ന് പറയാനാകുന്നില്ല. ഇത്തരം വാർത്തകൾ വരുമ്പോൾ മാത്രമാണ് ആളുകളുടെയും പോലീസിൻ്റെയും ഒക്കെ ശ്രദ്ധ ഇത്തരം ഗ്രൂപ്പുകളിലേക്ക് വരുന്നത് എന്നതാണ് വാസ്തവം. അതായത് തീർച്ചയായും ഇത്തരം വാർത്തകൾ പുറത്തു വരുമ്പോഴാണ് നമ്മൾ ഇതിൻ്റെ ഒരു ആഴങ്ങൾ പരിശോധിക്കുന്നത്. പക്ഷേ അറിയേണ്ടത് പ്രദീപ് സി നിർമ്മൺ, ഇതിൻ്റെ ഒരു സംവിധാനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നാണ്. തിരുവനന്തപുരത്തെ ഈ കേസ് എടുത്ത് നോക്കിയാൽ, അതായത് ഈ 3 പേരുടെ ദമ്പതികളുടെയും സുഹൃത്തിൻ്റെയും മരണത്തെക്കുറിച്ച് പരിശോധിച്ചാൽ അവിടെ പുനർജനി എന്ന ഒരു സംഘടനയെക്കുറിച്ച് പോലീസ് പ്രതിപാദിക്കുന്നുണ്ട്. ഈ സംഘടന ഈ രീതിയിൽ ഈ ബ്ലാക്ക് മാജിക്കിനെയും അതായത് ദുർമന്ത്രവാദത്തേക്ക് പ്രോത്സാഹിപ്പിക്കുന്ന അവർക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണോ? അങ്ങനെ എന്തെങ്കിലും സൂചനകൾ ലഭ്യമാകുന്നുണ്ടോ? ഇന്നലെ ഈ സംഭവം ഉണ്ടായ ശേഷമാണ് പുനർജനി എന്ന ഈ സംഘടനയെക്കുറിച്ച് ആളുകൾ പറയുന്നത്. കോട്ടയത്ത് ഈ മരിച്ച നവീൻ്റെ അയൽവാസികളായ ചിലരും മറ്റും ഇവർ ഈ സംഘടനയിൽ അംഗങ്ങളാണ് എന്ന് വ്യക്തമാക്കിയിരുന്നു. ഇവർ പ്രത്യേക ജീവിതചര്യ പിന്തുടരുന്ന ആളുകളായിരുന്നു ഈ ദമ്പതിമാർ. അതുകൊണ്ട് തന്നെ അത്തരമൊരു സംശയം ആളുകൾക്ക് പലർക്കും ഉണ്ടായിരുന്നു. പോലീസും ഈ സംഘടനയെക്കുറിച്ച് അന്വേഷിച്ചു വരുന്നുണ്ട്. എന്നാൽ ഇവർ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണോ എന്ന് സംബന്ധിച്ച് യാതൊരു വ്യക്തതയും ഇതുവരെ വന്നിട്ടില്ല. ഈ 3 പേരും, ഈ മരിച്ച ആര്യ അടക്കം 3 പേരും പുനർജനി എന്ന സംഘടനയിൽ അംഗങ്ങളായിരുന്നു എന്നാണ് വിവരം. ഈ സംഘടനയെക്കുറിച്ച് പോലീസ് വിശദമായി അന്വേഷിച്ചു വരുന്നുണ്ട്. എന്തായാലും നവീനും ദേവിയും വ്യത്യസ്തമായ ചില രീതികൾ പിന്തുടർന്നിരുന്നു.
സമൂഹത്തോട് അകന്നു നിൽക്കാനുള്ള അല്ലെങ്കിൽ ബന്ധുക്കളിൽ നിന്നും മറ്റും വിട്ടുനിൽക്കാനുള്ള ചില പ്രവണത അവർ കാണിച്ചിരുന്നുവെന്നും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. തന്നെയല്ല, ഇവരുടെ മുറിയിൽ നിന്ന് ലഭിച്ച ആത്മഹത്യാക്കുറിപ്പിലും മറ്റും വിചിത്രമായ ചില കാര്യങ്ങൾ, ഞങ്ങൾ എത്തേണ്ടിടത്തേക്ക് പോകുന്നു എന്ന രീതിയിലൊക്കെ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പരാമർശിക്കുന്ന തരത്തിൽ അത്തരത്തിലാണ് അന്വേഷണവും. ഇവർ ഏറ്റവും അധികം ഗൂഗിളിലും മറ്റും തെരഞ്ഞിരുന്നത് മരണാനന്തര ജീവിതത്തെക്കുറിച്ചും പുനർജന്മത്തെക്കുറിച്ചുമൊക്കെയാണ്. ഈ 3 പേരും അത്തരത്തിലുള്ള തെരച്ചിലുകൾ ഇന്റർനെറ്റിൽ നടത്തിയിരുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. തന്നെയുമല്ല, ഇത്തരം ചിത്രങ്ങളും മറ്റും വാട്സപ്പിലും മറ്റും ഇവർ പരസ്പരം ഷെയർ ചെയ്യുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള സംശയങ്ങളിലേക്ക് പോലീസ് അന്വേഷണം എത്തുന്നത്. എന്തായാലും ഈ അന്വേഷണത്തിന്റെ ഭാഗമായി മറ്റു ചില ഗ്രൂപ്പുകളിലേക്കും അന്വേഷണം എത്താൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം, എറണാകുളം, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിലൊക്കെ തന്നെ വർഷങ്ങളായി ഈ ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അത്തരം ഗ്രൂപ്പുകളെക്കുറിച്ചുള്ള പല വിവരങ്ങളും പോലീസിന് ലഭിച്ചിരുന്നു. പക്ഷേ ഇവർ വളരെ ഗോപ്യമായാണ് പ്രവർത്തിക്കുന്നത്. ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായാലും മറ്റും അത് ലഹരിക്കടിമകളായ യുവാക്കളാണ് ഇവരിൽ ഏറെ പേരും. അതുകൊണ്ട് തന്നെ ഇത്തരം മരണങ്ങളും മറ്റും ഉണ്ടാകുമ്പോൾ അത് ഒറ്റപ്പെട്ട സംഭവങ്ങളായി മാറുകയാണ് പതിവ്. വളരെ വിപുലമായ രീതിയിലുള്ള അന്വേഷണമൊന്നും ഇത്തരം സംഘങ്ങളിലേക്ക് എത്തിയിട്ടില്ല. അതുതന്നെയാണ് ഇവർക്ക് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഉത്തേജനം പകരുന്നത് കേട്ടോ. പ്രദീപ്, നമുക്കറിയാം ഈ സമീപകാലത്താണ് നന്ദൻകോട്ടെ കൂട്ടക്കൊലപാതകം. ആസ്റ്റർ പ്രൊജക്ഷന്റെ പേരിൽ കേഡൽ ജീൻസൺ രാജ ഉറ്റവരെ മാതാപിതാക്കളെയും സഹോദരിയും അടക്കം കൊലപ്പെടുത്തിയ സംഭവം നമ്മൾ ഞെട്ടലോടെ കേട്ടത്. പിന്നീട് ഇലന്തൂർ നരബലി, അങ്ങനെ നിരവധി സംഭവങ്ങൾ പ്രദീപ് സൂചിപ്പിച്ചതുപോലുള്ള പല കേസുകളും കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. പക്ഷേ ഇവിടെയൊന്നും ഇത്തരം സംഘടനകളിലേക്ക് അന്വേഷണം നീങ്ങിയില്ല. ഇതൊക്കെ ഒരു ഒറ്റപ്പെട്ട സംഭവം എന്ന രീതിയിൽ പോലീസ് പോലും എഴുതിത്തള്ളി. ആ രീതിയിൽ ഒരു പുകമറ മാത്രം സൃഷ്ടിക്കാനാണ് നമ്മുടെ അന്വേഷണ സംഘങ്ങൾക്ക് കഴിഞ്ഞത്. അതിനപ്പുറം ഈ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഈ സംഘടനകളിലേക്ക്, അതല്ലെങ്കിൽ ഈ സാത്താൻ സേവാ പ്രവർത്തകരിലേക്ക് അന്വേഷണം ചെന്നെത്തുന്നുണ്ടോ? ഇവരെ ഏതെങ്കിലും രീതിയിൽ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിരോധിക്കാനോ നിയന്ത്രിക്കാനോ കഴിയുമോ? അത്തരം നിരവധി പരിമിതികൾ ഇക്കാര്യത്തിൽ ഉണ്ട് ടോം. നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു അന്ധവിശ്വാസ നിരോധന നിയമത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സജീവമായിരുന്നതാണ്. അതിൻ്റെ കരട് തയ്യാറാക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് ആ നിയമം എങ്ങും എത്താതെ പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. കാരണം ഇതിൽ വലിയ ഒരു പ്രശ്നം ഈ വിശ്വാസവും അന്ധവിശ്വാസവും തമ്മിലുള്ള അതിർവരമ്പുകൾ, അത് എങ്ങനെ നിർവചിക്കും എന്നുള്ള വിഷയങ്ങൾ, വ്യവസ്ഥാപിതമായ ആൾ ദൈവങ്ങളുടെ കേന്ദ്രങ്ങൾ, ഇത്തരം കേന്ദ്രങ്ങളൊക്കെ നടക്കുന്ന പ്രവർത്തനത്തെക്കുറിച്ചുള്ള ദുരൂഹതകൾ, ഇതിലേക്കൊക്കെ എത്തുക എന്നത് നിയമ സംവിധാനത്തെ അവർക്ക് വളരെ അതിൽ പരിമിതികളുണ്ട്. പോലീസിന് ഇത്തരം കാര്യങ്ങളിൽ പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെയാകാം അത്തരമൊരു നിയമം ഒരിക്കലും പ്രാബല്യത്തിൽ വരാത്തത്. അതേസമയം മഹാരാഷ്ട്രയിൽ ഇത്തരമൊരു നിയമം നിലവിലുണ്ട്. മഹാരാഷ്ട്രയിൽ വളരെ ശക്തമായ രീതിയിൽ ഇത്തരമൊരു നിയമം മുമ്പോട്ട് പോകുന്നുമുണ്ട്. ഒരു പരിധിവരെയൊക്കെ സർക്കാരിന് വേണമെങ്കിൽ അത്തരമൊരു നിയമനിർമ്മാണം കൃത്യമായി നടപ്പാക്കിയാൽ ഇത്തരം പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരമാകും. ഇപ്പോൾ എടുത്തു പറയേണ്ട കാര്യം, ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ കൂടിയാണ് യുവാക്കളെ ഏറ്റവും അധികം അവരുടെ വലയിലേക്ക് എത്തിക്കുന്നത് എന്നതാണ്. അതിന് സൈബർ സെല്ലും മറ്റും കൃത്യമായ നിരീക്ഷണങ്ങൾ നടത്തേണ്ടതുണ്ട്. ഇത്തരം ഗ്രൂപ്പുകളെക്കുറിച്ചുള്ള ഗവേഷണങ്ങളും പഠനങ്ങളും നടത്തേണ്ടതുണ്ട്. കാരണം ഇത് ആരാണിതിന് പിന്നിലെന്നത് ഇപ്പോഴും വ്യക്തമല്ല. എടുത്തു പറയേണ്ട കാര്യം, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇംഗ്ലണ്ടിൽ തുടങ്ങിയ ലോഡ്ജ് എന്ന സംഘടനയുടെ ചുവട് പിടിച്ചുള്ള ഒരു സംഘം പോലും കേരളത്തിൽ സമീപകാലത്ത് പ്രവർത്തിക്കുന്ന ഇവർ ലഭിച്ചിരുന്നു. വലിയ ധനികരായ ആളുകളും മറ്റുമാണ് ഇത്തരത്തിലുള്ള ആ സംഘത്തിലൊക്കെ പ്രവർത്തിക്കുന്നത്. ഇത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇത് ലഹരി ഉപയോഗത്തിനും ലൈംഗിക വൈകൃതങ്ങൾക്കുമുള്ള ഒരു ഇടമായി ആണ് മാറുന്നത്. പലപ്പോഴും അത്തരം കാര്യങ്ങൾ നടത്തുന്നതുകൊണ്ട് തന്നെ, അത്തരം നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടക്കുന്നതുകൊണ്ട് തന്നെ ഇവർ എപ്പോഴും നിയമ സംവിധാനങ്ങളിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നുമൊക്കെ ഒഴിഞ്ഞു നിൽക്കാനും ഇത്തരം പ്രവർത്തനങ്ങൾക്ക് മറയിടാനുമാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ.